വീടിനടുത്ത് പ്രാഥമിക ചികിത്സാ സൗകര്യമായി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കളമശ്ശേരി നഗരസഭ 36-ാം വാർഡിൽ പുതുതായി ആരംഭിച്ച കൂനന്തൈ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യവസായ നിയമോപമന്ത്രി പി രാജീവ് നിർവഹിച്ചു. മാലിന്യ സംസ്കരണത്തിൽ സൂക്ഷ്മ പരിപാലനം കൊണ്ടുവരികയാണെങ്കിലും കൃഷി നന്നായി ചെയ്താലും നമുക്ക് ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് ഹെൽത്ത് സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. ഹെൽത്ത് സെന്റർ ഇവിടെ കൊണ്ടുവരാൻ പരിശ്രമം നടത്തിയ വാർഡ് കൗൺസിലർ VH ആസാദിനെയും ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടിനെയും മന്ത്രി പി രാജീവ് അഭിനന്ദിച്ചു. വലിയ തോതിലുള്ള ആശ്വാസമാണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ 5 അർബൻ വെൽനസ് സെന്ററുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. 2 ഏലൂർ നഗരസഭയിൽ, അത് 2 ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 3 കളമശ്ശേരി, അതിലൊന്ന് HMT കോളനിയിൽ നമ്മുടെ വൈസ് ചെയർമാന്റെ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം തുടങ്ങി. 2ാമത്തേതാണ് ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട് പെൻഡിങ്, അത് ചങ്ങരപ്പടിയാണ് ഇവര് കണ്ടിട്ടുള്ളത് അല്ലെ. അവിടെ കൂടി വന്നാൽ 3 വെൽനസ് സെന്ററുകൾ. അപ്പൊ വീടിനടുത്ത് തന്നെ ചികിത്സ, അത്യാവശ്യം ആദ്യത്തെ ഘട്ടത്തിൽ ചികിത്സ ഉറപ്പുവരുത്താൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അർബൻ ഹെൽത്ത് സെന്റർ പട്ടേക്കുന്നതുണ്ട്. കളമശ്ശേരിയിൽ അടുത്ത ഹെൽത്ത് സെന്റർ ഉണ്ട്. മെഡിക്കൽ കോളേജ് സെപ്റ്റംബറിൽ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും. അപ്പൊ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും കളമശ്ശേരി സെപ്റ്റംബറിൽ ക്യാൻസർ സെന്ററും ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ അതിന്റെ റിവ്യൂ യോഗം ഉണ്ടായിരുന്നു. അപ്പോ ഈ വർഷം തന്നെ എല്ലാ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും നമുക്ക് കളമശ്ശേരിയിൽ ലഭ്യമാകും. പിന്നെ കളമശ്ശേരിയിൽ ഇല്ലാതിരുന്നത് ഹോമിയോ ക്ലിനിക്, അതും ഇപ്പൊ തുടങ്ങി നമ്മളിപ്പോ HMT മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ബസ് സ്റ്റാൻഡിന്റെ കീഴെയാണ്. അപ്പൊ ഞങ്ങൾ സംസാരിക്കരുത്, വേറെ സ്ഥലം കൂടി നോക്കുന്നത്, ആളുകൾക്ക് വരാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം കണ്ടെത്തിയാൽ അങ്ങോട്ട് മാറ്റുന്നത് ഉചിതമായിരിക്കും എന്നും കണ്ടെത്തുന്നു. ആയുർവേദം ചങ്ങരപ്പടിയിൽ ഉണ്ട്. അപ്പോ സംയോജിത ചികിത്സയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം ജപാല് ആസാദ് പറയുന്നത് വന്നാൽ പിന്നെ രാവിലെ നമ്മുടെ അവിടെ കയറിയിട്ട് നാവുകയാണ് അദ്ദേഹത്തിന്റെ വരവ്. അപ്പൊ ഞാൻ നല്ല മുൻകൈ എടുത്തിട്ടുണ്ട്. ആസാദും ഇവിടെ തന്നെ വരാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അത് കൂടി പറഞ്ഞില്ലെന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വരണമെന്നൊരു ആഗ്രഹം എല്ലാ കുറിച്ചും മറക്കും. 15ാം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെമ്പാടും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ 67 സെന്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഹൈബി ഈഡൻ MP പറഞ്ഞു. ധനകാര്യ കമ്മീഷൻ, ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെമ്പാടും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിൽ 67 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. മാന്യനായ മന്ത്രി കേരള മന്ത്രിസഭയിൽ വളരെ സ്വാധീനമുള്ള മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കുറേ മറ്റ് സൗകര്യങ്ങളും ഇവരുടെ പണം കൂടാതെ തന്നെ CSR ഫണ്ടെല്ലാം വിനിയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ എക്യുപ്മെൻറ്റ്സും ലബോറട്ടറിക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളും എല്ലാം ഇവിടെ നമ്മൾക്ക് സജ്ജീകരിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാ വിഭാഗം ആളുകൾക്കും ഉൾപ്പെടെ ഉപകാരപ്രദമായ രീതിയിൽ ഇത്തരത്തിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം കൊണ്ടുവരാൻ സാധിച്ചതിന് പിന്നിൽ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണെന്ന് VH ആസാദ് പറഞ്ഞു. ആരോഗ്യപരമായ ചികിത്സയെ തേടി സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് എത്തിപ്പെടാറുള്ളത് PHC പോലുള്ള സ്ഥലങ്ങളിലാണ്. എന്നാൽ നമുക്ക് ഇവിടെ അനുവദിക്കപ്പെട്ട PHC റെയിൽ കടന്ന് ഒരു മല കയറി വട്ടയംകുന്നം പള്ളിയുടെ ചരിവിലാണ് PHC നിലനിൽക്കുന്നത്. പലപ്പോഴും അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാൽനടക്കാരായ ഈ പ്രദേശവാസികൾക്ക് റെയിൽ കടന്നു പോകുമ്പോഴുണ്ടാവുന്ന ദുരനുഭവങ്ങൾ പലതും ഇവിടെ വിവരിക്കാറുണ്ട്. ഞാൻ ഇന്നലെ
ഈ ഓഫീസിലെ ഇത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോൾ എന്നോടൊരു സഹോദരി അതിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം PHC പോയപ്പോൾ രക്ഷപ്പെട്ടത്, ട്രെയിൻ മുട്ടാതെ രക്ഷപ്പെട്ടത് നെല്ലട വ്യത്യാസത്തിനാണ് ഞാൻ തീവണ്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ജനങ്ങളുടെ സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെയാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തന സമയം. നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസുകുമാരൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സെൽമ അബൂബക്കർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M സക്കീന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK നിഷാദ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഞ്ജു മനോജ് മണി, കൗൺസിലർമാരായ സലീം പതുവന, പ്രമോദ് കുമാർ TC, ബഷീർ അയ്യമ്പ്രാത്ത, പ്രിയ ബാബു, ബിന്ദു മനോഹരൻ, മനോജ് KT ഉൾപ്പെടെ 42 വാർഡുകളിലെ ആശാവർക്കർമാരും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.